വീട്ടിലെ പ്രസവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മലപ്പുറത്ത് ഒരു യുവതി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പേരിലുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇത്തരം മരണങ്ങൾ വർദ്ധിക്കുന്നു എന്നതിൽ പോലും ഒരു നടപടി കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ഖേദകരം, ദുഃഖകരം. ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയടക്കം കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ മൗനത്തിൽ തന്നെയാണ്. ശക്തമായ നിയമനിർമ്മാണം ആവശ്യമുണ്ട്, മറ്റ് തുടർ നടപടികൾ ആവശ്യമുണ്ട്, വ്യാപകമായ ബോധവൽക്കരണം ആവശ്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ സർക്കാരും വിശേഷാൽ ആരോഗ്യ വകുപ്പും ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. വിനീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. വിനീഷ്, ഈ വീട്ടിലെ പ്രസവങ്ങൾ വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മതിയായ പരിചരണം ലഭിക്കാതെ അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആവർത്തിച്ച് നടക്കുമ്പോഴും അത് വാർത്തയാകുമ്പോഴുമൊക്കെ ഈ ആരോഗ്യ വകുപ്പ് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആരോഗ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു എന്നല്ലാതെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത്? ലോകത്താകമാനം അല്ലെങ്കിൽ രാജ്യത്താകമാനം നോക്കുമ്പോൾ സംസ്ഥാനമാണ് ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമാണ് നമുക്കുള്ളത്. ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വീടുകളിലെ പ്രസവം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2023-24 ആ ഒരു കാലഘട്ടം, ആ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 523 പ്രസവങ്ങളാണ് വീടുകളിൽ നടന്നത്. ഇതിൽ 253 പ്രസവങ്ങൾ നടന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ്. ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് വീടുകളിലെ പ്രസവങ്ങൾ വലിയ തോതിൽ കാണപ്പെടുന്നത്. അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി പോലും അത്തരത്തിൽ വീടുകളിൽ പ്രസവങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം. പല ഘട്ടങ്ങളിലായി ഇതിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ഉയരുമ്പോഴും സർക്കാർ ഒരു മതവിഭാഗത്തിൻ്റെ കാര്യം എന്ന തരത്തിൽ അതിനെ ആ കേസുകളെ ഒതുക്കി തീർക്കാൻ ആരോഗ്യ വകുപ്പാകട്ടെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ അത് 18ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടാകുന്നു. ഒരു ജില്ല അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 253 ആകെ സംസ്ഥാനത്തിൻ്റെ ആകെ നോക്കുമ്പോൾ 523 പ്രസവങ്ങളാണ് വീട്ടിൽ നടന്നത്. അതിൽ 253 പ്രസവങ്ങൾ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇങ്ങനെ ആ ഒരു ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അധികമായി വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കേണ്ട സംവിധാനമാണ് സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും. ഈ ഭാഗങ്ങളിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ ഈ വീടുകളിലെ പ്രസവങ്ങളിൽ പ്രത്യേക നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്, നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സംഘടന തന്നെ, സർക്കാർ ഡോക്ടർമാരുടെ സംഘടന തന്നെ ഈ ആവശ്യം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചു സർക്കാരിന് മുന്നിൽ. പക്ഷേ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നത്. ഇനിയെങ്കിലും സർക്കാർ ഇതിൽ പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഈ ജില്ലകളിൽ നൽകേണ്ടതുണ്ട് എന്ന ആവശ്യകതയാണ് ഉയരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുമ്പോൾ പോലും അതിനെ അനുകൂലിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട സർക്കാർ തന്നെ സർക്കാർ തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സാഹചര്യത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിച്ചപ്പോൾ മാത്രമാണ് ഇത് വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെങ്കിൽ പോലും നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് 2023-24 കാലഘട്ടത്തിൽ 523 വീടുകളിലെ പ്രസവങ്ങൾ സംസ്ഥാനത്തുടനീളം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടന്നിട്ടുള്ള ജില്ല നമ്മൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയാണ്. 253 വീടുകളിൽ ഇത്തരത്തിൽ വീടുകളിൽ പ്രസവം നടന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. 18 കുഞ്ഞുങ്ങളാണ് ഈ വീടുകളിലെ പ്രസവങ്ങളിൽ മരണപ്പെട്ടത് എന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുള്ള
കണക്കുകൾ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രസവങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്, മലപ്പുറം ജില്ലകളിൽ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കുകൾ മാത്രമാണ്. ഇതിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സർക്കാർ ഡോക്ടർമാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയുണ്ട് എന്നതും അവർ സംഘടിപ്പിച്ച ഒരു ബിരുദദാന സമാനമായ ചടങ്ങ് ഉണ്ടായിരുന്നു എന്നതിൻ്റെയും വാർത്തകൾ തെളിവ് സഹിതം നമ്മൾ എത്തിച്ചിട്ടും ആരോഗ്യവകുപ്പും സർക്കാരും ഇപ്പോഴും അതിന്മേൽ പോലും മൗനത്തിൽ തന്നെയാണ്.